ഹായ് ഹലോ ഇറ്റ്സ് മീ ഷൻസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് ബീൻ സോ ലോങ് ഞാനൊരു വീഡിയോ ചെയ്തിട്ട്, കാരണമൊന്നുമല്ല, നാട്ടിൽ നിന്ന് മോള് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിൽപ്പെട്ടു. പിന്നെ നോമ്പ് പെരുന്നാൾ, പിന്നെ ജോബായിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയി പോയിട്ടോ. പിന്നെ ഇവിടെ നല്ല സമ്മർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ചൂടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു കണ്ടന്റ് കൊണ്ടുവരണമല്ലോ. പുതിയ കണ്ടന്റ് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഇടയ്ക്ക് ഞാൻ തെമുവിൽ നിന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. സോ ഞാൻ വിചാരിച്ചു, ഇവിടെ മോസ്റ്റ്ലി ഖത്തറിൽ എല്ലാവരും ഈ തെമു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പം യൂസ് ചെയ്യാത്തവർക്കും ഇനി ഈ പ്രോഡക്ട്സ് ഒക്കെ നല്ലതാണോ അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് ഉള്ളവർക്കൊക്കെ ഈ വീഡിയോസ് കുറച്ച് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ തെമു എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ആപ്പാണ്. ലൈക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ സകലമായ സാധനങ്ങളും ഈ തെമു ആപ്പിലുണ്ട്. പിന്നെ എല്ലാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന്, ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ലെസ് ആൻഡ് ചീപ്പ് പ്രൈസ് ആണ് കേട്ടോ. പ്രൈസ് വൈസ് വളരെ റിലയബിൾ ആണ്. നമുക്ക് ലൈക്ക് വലിയ ഹൈ പ്രൈസ്ഡ് ഒന്നുമല്ല ഐറ്റംസ്. ക്വാളിറ്റി ലൈക്ക് പ്രൈസിനനുസരിച്ച ക്വാളിറ്റി. ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിച്ചതിൽ പ്രൈസിനനുസരിച്ച ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടന്നാലോ. പിന്നെ ഒരു കാര്യം പറയാം, ഇത് മോസ്റ്റ്ലി പെണ്ണുങ്ങൾക്കായിരിക്കും ഉപകരിക്കുക കേട്ടോ. കാരണം ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രൊഡക്ട്സ് ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പറ്റിയ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല എന്നുള്ളത് ജെൻസ് കമൻറ്റ് ചെയ്ത്, ബിക്കോസ് ഇറ്റ്സ് ഓൺലി ഫോർ ലേഡീസ് എന്നൊന്നും പറയില്ല. നിങ്ങൾക്കിത് നിങ്ങളുടെ മദേഴ്സിന്, സിസ്റ്റേഴ്സിന്, ഗേൾ ഫ്രണ്ട്സിന്, ഫ്രണ്ട്സിന് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് തെമു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണാം അല്ലേ. സോ ഞാൻ 2 times ആയിട്ടായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പർച്ചേസ് ചെയ്തത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ സിസ്റ്ററാണ് ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്തത്. കാരണം ഇതിലൊരു പ്രൈസ് ലിമിറ്റ് ഉണ്ട്. സോ ഈ പ്രൈസ് ലിമിറ്റിൽ കുറവ് നമ്മൾ പർച്ചേസ് ചെയ്താൽ ഡെലിവറി ചാർജ് എന്തോ കൊടുക്കണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാർഡ് പേയ്മെൻ്റ് ആണ് കുറച്ചുകൂടെ ഈസി. അല്ലെങ്കിൽ അതിനും ലൈക്ക് നമ്മൾ ക്യാഷ് ആണെങ്കിലും അവർ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ. സോ നമുക്ക് കുറച്ച് ഐറ്റംസ് പരിചയപ്പെടാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേഡീസിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത്, എനിക്ക് കൂടുതൽ ഈ വെസ്റ്റേൺ വിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ഈ ഹൂപ്സിൻ്റെ ആവശ്യം വളരെ അധികമാണ്. അപ്പം ഞാൻ ഈ ഗോൾഡ് ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ചില ഡ്രസ്സിന് അത് ആപ്റ്റായി വരില്ലല്ലോ. സോ ആ സമയത്ത് എനിക്ക് ഹൂപ്സ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഹൂപ്സ് ഓർഡർ ചെയ്തിട്ടു. മൈ ഗോഡ്, വിസിബിൾ അല്ലേ. ഹൂപ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ലൈക്ക് ഇങ്ങനെ സ്മോൾ ഇയർ. ലൈക്ക് ഇതെനിക്ക് പക്ഷെ സ്മോൾ എന്ന് പറയാൻ പറ്റില്ല, ഇത് കുറച്ച് എനിക്ക് ബിഗ് ആണ്. ബട്ട് ടോട്ടലി വർത്ത് ഇറ്റ്. ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏകദേശം ഈ കണക്കിനാണ് ഹൂപ്സ് തരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്ക് ഇതിൻ്റെ ലൈക്ക് ലൈക്ക് ഗോൾഡൻ കളർ അവൈലബിൾ ആണ് ആൻഡ് സിൽവർ കളറും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത്, 1 second, പ്രൈസ് ഞാൻ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹൂപ്സിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 3.97, നിയർ ടു 4 റിയാലിന്റെ അടുത്തേ വരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഔട്ട്സൈഡിൽ ഏതെങ്കിലും ഇപ്പോൾ ഷോപ്പ്, ഞാൻ കൂടുതലും ഈ ഹൂപ്സ് കണ്ടിരിക്കുന്നത് മാക്സ്, സെൻട്രൽ പോയിന്റ്, H&M, R&B, അവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ അവൈലബിൾ ഹൂപ്സ് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി അവിടെ പ്രൈസ് കൂടുതലാണ്. ആൻഡ് ഇത് 4 റിയാലിന്റെ മാത്രമല്ല, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ അല്ലേ. വേറെ ഇത് കാണിക്കണം അതിൻ്റെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ബ്യൂട്ടിഫുൾ ആണ്, മനസ്സിലാവും. സോ ഇറ്റ്സ് ലൈക്ക് സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വൗ. അടിപൊളി. അപ്പം ഇതാണ് ഞാൻ മേടിച്ച ഫസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. അടിപൊളിയായില്ലേ. നമുക്ക് ഈ സെക്കൻഡ് പ്രോഡക്റ്റ് കാണാം. സെക്കൻഡ് പ്രോഡക്റ്റ് മോസ്റ്റ്ലി എല്ലാ ലേഡീസും ലൈക്ക് ഡ്രസ്സ് ചെയ്യുമ്പം നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു ക്ലീവേജ് കാണുമോ എന്നുള്ളൊരിത്. മോസ്റ്റ്ലി നമ്മൾ ഷർട്ട്സ് ഒക്കെ ഇടുമ്പം നമ്മൾ ഫുൾ ബട്ടൺസ് ക്ലോസ് ചെയ്യുമ്പം ഒരുപാട് ക്ലോസ്ഡ് ആയ പോലെ തോന്നും. ഇൻ കേസ് അത് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പം നമുക്കൊരു ക്ലീവേജ് കാണോ കാണില്ല അങ്ങനെ ഒരു ഇതുണ്ടാവും. സോ അതിനൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ഇത് ജസ്റ്റ് എ പീസ് ഓഫ് ക്ലോത്ത്, ബട്ട് ഇറ്റ്സ് ലൈക്ക് വെരി യൂസ്ഫുൾ. ഇതിന്റെ ഉപകാരം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഷർട്ട്സ് ഒക്കെ വെയർ ചെയ്തിട്ട് ഇങ്ങനൊരു ബട്ടൺ സൈഡ് ഉണ്ടാവില്ലേ. സോ വി ക്യാൻ ജസ്റ്റ് കീപ് ഇറ്റ് ഇൻസൈഡ് നമ്മുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് നമ്മുടെ ഇന്നേഴ്സിലേക്ക് അറ്റാച്ച് ചെയ്യാം. സോ ഇവിടെ കണ്ടോ, ഇവിടെ അറ്റാച്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ 2 അറ്റത്തുള്ള ഇന്നേഴ്സിന്റെ ആ ഒരു ബാൻഡിലോട്ട് ഈ
ഈ ബാൻഡ്സ് അറ്റാച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ക്ലോസ്ഡ് ആയി കിടക്കും. ആൻഡ് അപ്പം നമുക്ക് നല്ലൊരു കവർ ചെയ്ത് കിട്ടും. സോ ഇറ്റ്സ് ലൈക്ക് വെരി 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 യൂസ്ഫുൾ പ്രോഡക്റ്റ്. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോസിന്റെ കൂടെ തന്നെ ഞാനൊരു ഡ്രസ് ചെയ്തപ്പം ഇതും കൂടെ ഇട്ടിട്ടുള്ളൊരു വീഡിയോസ് ഈ സൈഡിൽ കൊടുക്കാം. സോ ഇറ്റ്സ് ലൈക്ക് വെരി വർത്ത് ഗൈസ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 1.86. ഞാനിവിടെ പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1.86 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സോ യൂസ്ഫുൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പിന്നെ വേറെ ഏതെങ്കിലും ആപ്പിൽ വേറെ ഏതെങ്കിലും സ്റ്റോഴ്സിൽ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതിലൊക്കെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഫ്ലോറൽ ലേസ് ഓവർലേ ഇൻവിസിബിൾ ക്ലിപ്പ് ഓൺ ബ്രാ. ഓക്കെ, നമ്മുടെ ബ്രായുടെ ഹുക്സിൽ ഇത് ക്ലിപ്പ് ഓൺ ചെയ്ത് വെക്കുന്നത് പോലെയാണ് ഇതിന്റെ വരുന്നത് കേട്ടോ. ഇതിന്റെ കളേഴ്സ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ക്രീം കളർ, 3 കളർ അവൈലബിൾ ആണ്. വർത്ത് ഗൈസ്. അങ്ങനെ 2 പ്രോഡക്റ്റ് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള സംഭവം കാണിച്ചെന്നില്ലേ. അപ്പോൾ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചാൽ നെയിൽസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ഉണ്ട്, എന്നാലും എനിക്ക് ആർട്ടിഫിഷ്യൽ നെയിൽസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാൻ എപ്പോഴും അക്രലിക് നെയിൽ ഫിറ്റിങ്സ് ചെയ്യണം എന്ന് വിചാരിക്കും. ബട്ട് ലേറ്റർ തന്നെ എനിക്കത് എൻ്റെ കയ്യിലോട്ട് ചേരുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എനിക്കത് പെട്ടെന്നത് റിമൂവ് ആക്കണമെങ്കിൽ അത് ഇഷ്യൂ ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തു. ആൻഡ് ഗൈസ് ട്രസ്റ്റ് മീ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആരും ഇത് ആർട്ടിഫിഷ്യൽ നെയിൽസ് ആണെന്ന് പറഞ്ഞേ ഇല്ല കേട്ടോ. ഞാനായിട്ട് അങ്ങോട്ട് കയറി പറയാം, ലുക്ക് ഇറ്റ് ഗൈസ്, ദിസ് ഇസ് ആർട്ടിഫിഷ്യൽ എന്ന് പറയേണ്ടി വന്നു. അത്രയ്ക്ക് നാച്ചുറൽ ഫിനിഷിംഗ് ആയിരുന്നു. ഇത് എങ്ങാണ്ട് ഇത് ഒരുപാട് നമുക്ക് എക്സ്ട്രാ അവർ തരുന്നുണ്ട്, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ കുറച്ച് എനിവേ ഇങ്ങനെയാണ്. ഏതാണ്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പിക്ചർ ഞാൻ ഈ സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അതായത് ഇങ്ങനെയാണ് നെയിൽസ് വരുന്നത്. സോ സച്ച് എ നാച്ചുറൽ ലുക്ക്, വർത്ത് ആണ് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് റേറ്റ് വരുന്നത് ചില്ലറ പണിയല്ല, നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുമ്പോൾ എനിക്ക് അത്യാവശ്യം പണിയുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 5 റിയാൽ. വർത്ത് ഇറ്റ് ഗൈസ്. ഏകദേശം നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാം. ഇത് ഞാൻ വെച്ചിട്ടുള്ള പിക്ചറും ഞാൻ സൈഡിലുണ്ട്, ഇതുപോലെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും അടിപൊളി എനിക്ക് ഇതായിരുന്നു. കാരണം ഇത് ഭയങ്കര നാച്ചുറൽ ലുക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഞാൻ നെയിൽസ് ഞാൻ ഏകദേശം ഒരു 2 ഓർഡർ ചെയ്തു. ഇത് പിന്നെ നോർമൽ നെയിൽസ്, ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇത് ഓർഡർ ചെയ്തപ്പം ഇതിന്റെ കൂടെ എങ്ങാണ്ടോ വന്ന സംഭവമാണ് കേട്ടോ. ഇതിന്റെ അപ്പം ഇപ്പം ഞാൻ കാണിച്ച നെയിൽസിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 1.5 റിയാൽ. ഇത് ചുമ്മാ ഇങ്ങനെ വരുന്ന നെയിൽസാണ്. ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കുമ്പോൾ വേണമെങ്കിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് വെരി ഈസി. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. നമ്മളിപ്പം പുറത്തൊക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വർത്ത്. ഇതിന്റെ ഉള്ളിൽ ചുമ്മാ ഇങ്ങനെ ഒരു ജെൽ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സ് റിമൂവ് ചെയ്യുക, നമ്മുടെ നെയിൽസിൽ പ്രസ് ഓൺ ചെയ്യുക, ഈ നെയിൽസ് പ്രസ് ചെയ്യുക, ഖലാസ്, കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്നത്. അവിടെ പോയാലല്ല പ്രശ്നം, ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ ടൈം എല്ലാം നഷ്ടമാണ്. ഇതാണ് എൻ്റെ 3rd പ്രോഡക്റ്റ്. 4th പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതെനിക്ക് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ്ഫുൾ ആണ്. അതായത് നമ്മളിപ്പം റൂം ഷെയർ ചെയ്തിട്ട്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ റൂം ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. സോ ചില സമയത്ത് ആൾക്ക് നേരത്തെ ഉറങ്ങേണ്ടി വരും, ചില സമയത്ത് എനിക്ക് നേരത്തെ ഉറങ്ങേണ്ടി വരും. സോ 2 പേർക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന്റെ പേര് സെൽഫി റിംഗ് ലൈറ്റ് എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ ഫോണിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ സെൽഫി റിംഗ് ലൈറ്റ് ആണ്. ഇതെന്താ വളരെ കിട്ടാത്ത സെൽഫി റിംഗ് ലൈറ്റ്. സോ ഇതെങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഈ സാധനം എടുക്കുന്നു, നമ്മുടെ ഫോണിലോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, എവിടെങ്ങാണ്ടോ ഒരു ലൈറ്റ് ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ചടാ, ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുന്നു, എഗെയിൻ ഒന്നും കൂടി ബ്രൈറ്റ്. ഇതിപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ബട്ട് ഇറ്റ്സ് ലൈക്ക് വർത്ത് ഇറ്റ് ഗൈസ്, അടിപൊളിയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത്, ഇതും എല്ലാം ലെസ് പ്രൈസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 4.6 റിയാൽ.
ജസ്റ്റ് 4.6 റിയാൽ. എനിക്ക് തോന്നുന്നില്ല ഷോപ്സിലൊക്കെ ഈ ഒരു റേറ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത്. ക്വാളിറ്റി ഒരുപാട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ, കാരണം അത്രയല്ലേ കോസ്റ്റ് വരുന്നുള്ളൂ. സോ 4 റിയാൽ എന്നൊക്കെ പറയുമ്പോൾ അത്രയൊക്കെ വിചാരിച്ചാൽ മതി, പക്ഷെ യൂസ്ഫുൾ ആണ്, വർത്ത് ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ടവലാണ്. സംഭവം ടവലാണെന്ന് നിങ്ങൾ പറയുമെങ്കിലും ഇത് ടവൽ എന്ന് പറഞ്ഞാൽ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടവലാണ്. കാരണം ഇതിന്റെ പേര് ഡ്രൈ ഹെയർ ക്യാപ്പ് എന്നാണ്. ഇതെന്താന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സംഭവമാണ് ഗൈസ്. ഇങ്ങനെ ഒരു സംഭവം, ഇതിന്റെ എല്ലാ കളറും അവൈലബിൾ ആണ്. ഇതെങ്ങാണ്ട് കുഞ്ഞു കുട്ടികളെ നമ്മൾ കുറച്ച് കടത്തുന്ന പോലെ ഇങ്ങനെ ഒരു സംഭവമാണ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് സംഭവം. ഈ സംഭവം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എങ്ങാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ കൊളുത്തി വെക്കുന്നത് പോലെയാണ് സംഭവം. നല്ല കോമഡി ലുക്ക് ആയിട്ടുണ്ട് അല്ലേ. അപ്പം അതാണ് ഇതിന്റെ യൂസ്ഫുൾ ആക്ച്വലി വരുന്നത്. സോ എനിക്ക് ഇപ്പൊ കുറച്ചായിട്ട് മുടി കെയറിങ് ഞാൻ കുറവായതുകൊണ്ട് മുടി കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. അപ്പം അത് കുറയ്ക്കാനായിട്ട് കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടവലിന്റെ ആവശ്യം എനിക്ക് വളരെ ആവശ്യമായിരുന്നു. സോ അതിനു വേണ്ടി ഞാൻ മേടിച്ചാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ലെസ് പ്രൈസ് ആണ്, 3.4 റിയാൽ. വർത്ത് ആണ് ഗൈസ്, എവിടെയും കിട്ടില്ല. 3 റിയാലിലൊന്നും ഇതേപ്പറ്റി കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് കവർ. എപ്പം ഞാൻ തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൽ പോയാലും അവരടുത്ത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, മാഡം പാസ്പോർട്ട് കവർ വേണോ, നിർബന്ധിച്ച് പാസ്പോർട്ട് കവർ എടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടങ്ങറാക്കുന്ന കുറെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയല്ല, അവരിങ്ങനെ മാഡം സ്റ്റാർട്ടിങ്ങിലൊക്കെ കേട്ടോ, ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2ാം പ്രാവശ്യം ഞാൻ പാസ്പോർട്ട് മോൾഡ് റിന്യൂ ചെയ്യാൻ പോയപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ കണ്ടില്ല. പക്ഷെ വന്ന ടൈമിൽ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കപ്പിൾ പാസ്പോർട്ട് കവറാണ് ഞാൻ ബുക്ക് ചെയ്തത്. എന്നിട്ട് ഞാൻ പിങ്ക് കളർ കൊടുത്തു, എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ബ്ലാക്ക് കളറും കൊടുത്തു. കാരണം എനിക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമാണെങ്കിൽ പോലും പിങ്ക് ആകുമ്പം കുറച്ചുകൂടെ ഗേളിഷ് അല്ലേ. സോ ഞാൻ പിങ്ക് കളർ ചൂസ് ചെയ്തു. അപ്പം കപ്പിളായിട്ട്, അതായത് 2 വരുന്നത് കേട്ടോ. ഇത് ക്വാളിറ്റി വൈസ് അത്രയൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് 7 റിയാലേ വരുന്നുള്ളൂ. രണ്ട് പാസ്പോർട്ട് കവറിനും കൂടി ജസ്റ്റ് 7 റിയാലേ വരുന്നുള്ളൂ. വെറുത്തല്ലേ. ഇത് ഓപ്പൺ ചെയ്ത് വരത്തില്ല. ഇങ്ങനെ എടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, പാസ്പോർട്ട് ഇതിൽ കുത്തിക്കയറ്റുന്നു, അടയ്ക്കുന്നു, സേഫ് ആണ് ഗൈസ്. ഇതാണ് ഇതിന്റെ ഒരു ഇതാണ് ഇത്. മനസ്സിലായി എന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഇത്, പാസ്പോർട്ട് കവർ. ഇപ്പൊ എത്രാമത്തെ പ്രൊഡക്റ്റ് ആയി? പ്രൈസ് പറഞ്ഞല്ലോ 7 റിയാൽ, 2 കൂടി കേട്ടോ. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ പേര് എന്താണ്ട് കൊറിയൻ എന്തോ ആണ്. ട്രാൻസ്പെറന്റ് നെയിൽ സ്റ്റാമ്പർ വിത്ത് സ്ക്രേപ്പർ. എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാന് നെയിൽസ്, ഇതൊരു കൊറിയൻ എന്തോ ആണ്, നെയിൽ ആർട്ട് എന്തോ ആണ് സംഭവം. അതായത് നമ്മൾ നെയിൽസിൽ നെയിൽ കളർ അടിച്ചു കഴിഞ്ഞിട്ട് ഈ ടിപ്പില് നമ്മൾ എന്ത് ചെയ്യും, ഒരു നെയിൽ പെയിന്റ് ചെയ്യും. അപ്പൊ ഈ നെയിൽ പെയിന്റ് ചെയ്യാൻ വളരെ കഷ്ടമാണ്. അപ്പൊ അതിന് പകരം ഇതൊരു സ്റ്റാമ്പ് പോലെയാണ്. അതായത് ഇതിങ്ങനെ തുറന്നാൽ ഇതിന്റെ ഉള്ളിലൊരു ജെല്ലി പോലെ ഒരു സംഭവം കണ്ടോ, ജെല്ലി പോലെ ഒരു സംഭവം. ഈ ജെല്ലി പോലത്തെ സംഭവത്തിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ നെയിൽ ആർട്ട് ജസ്റ്റ് ഒരു നെയിൽ പെയിന്റ് കൊടുക്കുക. എന്നിട്ട് ഈ ടിപ്പില് നമ്മൾ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കുമ്പോൾ ഈ ടിപ്പിൽ മാത്രം ഒരു കളർ വരും. സോ നമ്മളിപ്പം ബ്ലാക്ക്, ഇപ്പൊ ഒരു എന്താ പറയാ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമ്മൾ നെയിൽ പോളിഷ് ചെയ്തിട്ട് അതിന്റെ ടിപ്പിൽ ചുമ്മാ ഇതിങ്ങനെ, ഇതൊരു തരം ജെല്ല, കണ്ടാ കഴിക്കാൻ തോന്നും. അത്രയും നല്ല ഭംഗിയുള്ളൊരു ജെല്ല് കണ്ടോ ഗൈസ്. ഈ ജെല്ലി മിഠായൊക്കെ പോലെ ഉണ്ട്. അപ്പോ ടിപ്പില് അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഗൈസ് ഇതിന്റെ പ്രത്യേകത. ഇതെനിക്ക് തോന്നുന്നു കൂടുതൽ ലേഡീസും എല്ലാ ഷോപ്സിലും അന്വേഷിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം. നെയിൽ പോളിഷ് സ്റ്റാമ്പ് എന്നൊക്കെ പറയും. ഈ സ്റ്റാമ്പർ വളരെ ഉപകാരമാണ്. ഇത് നിങ്ങൾക്ക് തെമു ആപ്പിൽ കിട്ടുന്നുണ്ട്. നമ്മൾ സാധാ ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതിന് ജസ്റ്റ് 4.4 റിയാലേ ഉള്ളൂ കേട്ടോ. ഇതാണ് സംഭവം. ഓക്കെ. ഇനി അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. അനദർ യൂസ്ഫുൾ പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ ഇങ്ങനെ ഈ ക്ലീവേജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോത്ത് പോലെ തന്നെ അടുത്തത് നമുക്ക് വേണ്ട ഒരു സംഭവമാണ്. ഇതേ എന്തെങ്ങാണ്ടോ ഒരു ലെറ്റേഴ്സ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വായിക്കാൻ പറ്റുമോ? ചൈനയാണോ, ജപ്പാനാണോ, കൊറിയയാണോ, എനിക്കറിയില്ല. എന്തോ ഒരു ഭാഷയാണ്. അപ്പം
ഇൻവിസിബിൾ ആന്റി സ്ലിപ്പ് സ്റ്റിക്കേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇൻവിസിബിൾ ആന്റി സ്ലിപ്പ് സ്റ്റിക്കേഴ്സ്, ഓൺലി 3 റിയാൽ. ഇതിൽ ഏകദേശം 36 പീസോളം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഈ സ്റ്റിക്കേഴ്സിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഷർട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുക. ലൈക്ക് നമുക്ക് ഫോർമൽസ് ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ചില സമയത്ത് ഞാൻ ഷർട്ടും പാൻസും ആണ് വിയർ ചെയ്യാറുള്ളത്. അപ്പോൾ ഷർട്ട് വിയർ ചെയ്യുമ്പോൾ എത്ര ഷർട്ട് ലൂസ് ആണെങ്കിലും എത്ര ടൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സൈഡിൽ ഈ ബട്ടന്റെ അവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെ എനിക്ക് തോന്നാറുണ്ട്. മേ ബി എന്റെ തോന്നലായിരിക്കാം. അപ്പൊ ആ ഒരു സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്കർ എന്ത് ചെയ്യുക, നമ്മളവിടെ ഒട്ടിക്കുക. ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മൾ ഇസ്തിരി ഇടുമ്പം, അതായത് ഈ സ്റ്റിക്കർ നമ്മൾ ആ പാർട്ടിൽ ഒട്ടിച്ചിട്ട് അവിടെ നമ്മൾ ഇസ്തിരി ഇടുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്റ്റിക്കർ മനസ്സിലായോ, ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മളത് ഇസ്തിരി ഇടുമ്പം ആ 2 ക്ലോത്തും തമ്മിൽ ജോയിന്റ് ആവും. സോ എന്താന്ന് വെച്ചാൽ പിന്നെ അത് ഓപ്പൺ ആവില്ല. ഏകദേശം ഒരു 3-4 വാഷ് വരെ നമുക്കത് യൂസ് ചെയ്യാം. സോ യൂസ്ഫുൾ അല്ലേ? ഇതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഐ തിങ്ക് മോസ്റ്റ്ലി ഓൾ ഗേൾസ് നീഡ് ദീസ് ഓൾ പ്രൊഡക്ട്സ്. യെസ് ആണെങ്കിൽ യെസ് എന്ന് തന്നെ കമന്റ് ചെയ്യൂ, നോ ആണെന്നുണ്ടെങ്കിൽ നോ എന്ന് കമന്റ് ചെയ്തോളൂ. നോ ഇഷ്യൂസ്. അടുത്തത് പിന്നെ ഞാൻ എൻ്റെ ഈ ജെൽ നെയിൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കേഴ്സ് ഓർഡർ ചെയ്തതാണ്. ഇനി അടുത്തത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്, അതായത് മാഗ്നറ്റിക് ഐലാഷസ്. ഓൾറെഡി ഐലാഷസ് ഉണ്ടെങ്കിൽ പോലും അഹങ്കാരമാണെന്ന് വിചാരിക്കരുത്. എനിക്ക് ഐലാഷസ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് മാഗ്നറ്റിക്, കുറച്ചല്ല ഒരൊറ്റ പെയർ ഓഫ് മാഗ്നറ്റിക് ഐലാഷസ് ഞാൻ ചൂസ് ചെയ്തു. ഇതാണ് ഞാൻ മേടിച്ചതിൽ ഇത്തിരി കൂടുതൽ പ്രൈസുള്ള ഒരു ഐറ്റം. അബൌട്ട് 14 റിയാലോളം ഇത് വരുന്നുണ്ട് കേട്ടോ. 14 റിയാല് അത്ര ചീപ്പ് പ്രൈസ് ഒന്നും അല്ല. കാരണം ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ പ്രൈസ് വേണ്ടി വരും. ഇത് ഏകദേശം 2 പെയേഴ്സ് ഓഫ് 2 പെയർ, അതായത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുന്ന പോലെ ഇയർ ലാഷസ് വരുന്നത്. അതായത് മേലെയും താഴെയും മാഗ്നറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല. ഞാനത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ പ്രോഡക്റ്റ് വർത്ത് ആണോ ഇല്ല എന്നുള്ളത്. ഞാൻ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഹോൾഡറും തന്നിട്ടുണ്ട്, 2 പെയേഴ്സ് ഓഫ് ഐലാഷസും തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വർത്ത് ആണോ തോന്നുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല ഗൈസ്. വരുമ്പം ഞാനിത് യൂസ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഈ പ്രൊഡക്റ്റ്. സോ ഇതിന് ഏകദേശം മേടിച്ചതിൽ കൂടുതൽ പ്രൈസ് 14 സംതിങ് റിയാൽ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ 2ഉം 3ഉം 4ഉം ഒക്കെ റിയാലിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഞാൻ എന്തിനാ മേടിച്ചെന്ന് വെച്ചാല്, ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഓവർനൈറ്റ് ഓട്സ്. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾസ് ലൈക്ക് ദാറ്റ് ഫുഡ്. എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് ഇപ്പൊ എന്റെ ഓവർനൈറ്റ് ഓട്സ്. എന്റെ ഓഫീസിലുള്ള എന്റെ ഒരു കൊളീഗിനും ലൈക്ക് ഷീ ഈസ് ഓൾസോ സോ ഫോണ്ട് ഓഫ് ദിസ് ഓവർനൈറ്റ് ഓട്സ്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആളെയും കൂടെ ഓവർനൈറ്റ് ഓട്സിന്റെ ഫാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. സോ ഈ ഓവർനൈറ്റ് ഓട്സ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാം. സൂപ്പർ നല്ലൊരു ലൈക് സൂത്തറിങ് ഫുഡാണ് ഗൈസ്. അത് കഴിച്ച പോലെ തോന്നില്ല. സോ ഞാൻ അതിന്റെ ഫാൻ ആയിരിക്കണം ഓവർനൈറ്റ് ഓട്സ്. ഫസ്റ്റ് ഒക്കെ ഞാൻ ഈ ഇൻസ്റ്റയിൽ ഈ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആയിരിക്കും ഓവർനൈറ്റ് ഓട്സ് അത് എന്താണ്, അത് ടേസ്റ്റ് ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇപ്പം ഓവർനൈറ്റ് ഓട്സിന്റെ കട്ട ഫാനാണ്. അപ്പം ഇത് ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ ഇങ്ങനൊരു പ്രൊഡക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത്രയും ചീപ്പ് പ്രൊഡക്ട്സിലാണോ നീ ഫുഡ് കഴിക്കുന്നത്, നിനക്ക് ഇത്ര പോലും ബുദ്ധിയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പോഴാണ് എനിക്കും കത്തിയത്. ശരിയാണ്, ഫുഡ് എന്ന് പറയുന്ന സംഭവം ഓൾറെഡി നമുക്ക് അറിയാം പ്ലാസ്റ്റിക് എത്രത്തോളം ഹാംഫുൾ ആണെന്നുള്ളത്. എഗെയിൻ നമ്മൾ ഈ ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക്സിൽ ഫുഡ് കഴിക്കുന്നത് അതിലേറെ മോശമായിട്ടുള്ള കാര്യമാണ്. മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഹാംഫുൾ എഫക്റ്റ് ഫീൽ ചെയ്തത്. സോ ഞാൻ വിചാരിച്ചു ഓവർനൈറ്റ് ഓട്സ് ഇതിൽ ചെയ്യണം. ഇതിൽ പകരം നമുക്ക് എന്താ ചുമ്മാ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടല്ലോ, നമ്മൾ പിന്നെ സ്നാക്സിന്റെ ആൾക്കാരായതുകൊണ്ട് വല്ല ചിപ്സോ ചിപ്സല്ല കായ വറുത്തത്, ഓക്കെ കായ വറുത്തോ മുറുക്കോ ബിസ്ക്കറ്റോ, എന്റെ വായിൽ വെള്ളം വരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്കിതിൽ കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നു ഗൈസ്. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് കാലങ്ങളായി.
എനിവേ അതും നല്ല തന്നെയാണ്. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇടാമെന്ന് വിചാരിച്ചു. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 5 റിയാലാണ് കേട്ടോ. ഞാൻ മേടിക്കുമ്പോൾ കുറെ എക്സ്പെക്ടേഷനിൽ മേടിച്ചാണ്. ആക്ച്വലി പ്രൊഡക്റ്റും അടിപൊളിയാണ്. ഇതിൽ നോക്കിയാൽ ഇത് സാലഡ് ബോക്സ് എന്ന് പറയുന്ന സാലഡ് ഡ്രസ്സിങ്സ് നമുക്ക് ഇതിൽ ക്യാരി ചെയ്യാം. ഇതിൽ കുറച്ച് നട്ട്സ് ക്യാരി ചെയ്യാം. ഇതിൽ നമുക്ക് സാലഡ് ക്യാരി ചെയ്യാം. ചുമ ജലദോഷമൊന്നുമില്ല, ഇത് ഇടയ്ക്ക് വരുന്നൊരു ചുമയാണ്. കൂടാതെ ഒരു അടിപൊളി സ്പൂണും ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞാനിത് ആഗ്രഹിച്ച് മേടിച്ച സംഭവം എനിക്കൊരു പ്രാവശ്യം യൂസ് ചെയ്യണം. സോ ഇതാണ് ഈ പ്രോഡക്റ്റ് കേട്ടോ. അടിപൊളിയായിട്ടില്ല, ക്യൂട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ അത്രയാണ് ഞാൻ ടെമുവിൽ നിന്ന് ഓർഡർ ചെയ്ത പ്രൊഡക്ട്സ്. ഐ ഹോപ്പ് യു ഗൈസ് റിയലി ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ ഇത് പറഞ്ഞ പോലെ ഇതിലിപ്പം ആണുങ്ങൾക്ക് പറ്റിയത് എന്താന്ന് വെച്ചാല് ഞാനൊന്നും മേടിച്ചിട്ടില്ല. സോറി ബോയ്സ്, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആവരുത്. യെസ്, നിങ്ങൾക്കായിട്ടൊരു പ്രൊഡക്റ്റ് ആണ് പാസ്പോർട്ട് കവർ. നിങ്ങൾ ഈ പാസ്പോർട്ട് കവർ ഇത് അതായത് ഇഷ്ടം പോലെ ജെൻസിന് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഓഫീസിലത്തെ കൊളീഗ്സും ദേ ആർ നോട്ട് ദാറ്റ് മച്ച് ഫോണ്ട് ഓഫ് ദിസ് പല 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 സാധനങ്ങൾ. നമ്മൾ ഈ പെണ്ണുങ്ങളാണല്ലോ കൂടുതൽ ഈ കളകളിലെ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പം അവര് ഒരു സാധനങ്ങളും ഓർഡർ ചെയ്തില്ല. ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് കുറച്ച് ബുദ്ധി കൂടിപ്പോയത് എന്റെ കുറ്റമല്ലല്ലോ ഗൈസ്. അപ്പം അവരൊന്നും ഓർഡർ ചെയ്തില്ല. പകരം നിങ്ങൾക്ക് മേടിച്ചതിൽ ആണുങ്ങൾക്ക് എനിക്ക് പറ്റിയൊരു പ്രോഡക്റ്റ് ഈ പാസ്പോർട്ട് കവറാണ്. ഈ പാസ്പോർട്ട് കവർ നിങ്ങൾക്ക് മേടിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യാം. എല്ലാവർക്കും പാസ്പോർട്ടുള്ള എല്ലാവർക്കും പാസ്പോർട്ട് കവർ ഗിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഇന്ന ആളുകളൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാം. അപ്പോ ഇത്രയേ ഉള്ളൂ ഞാൻ തെമുവിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഇനിയെല്ലാം ഇനിയിപ്പോ നിങ്ങൾക്ക് കാണിച്ചെന്ന പോലെ ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോരി വെക്കണം ഗൈസ്. ഇത് മിനിസോന്റെ കവറാണ്, തെമുവിടെ കവറല്ല. തെമുവിന് കവറൊന്നുമില്ല. തെമുവിന് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു നോർമൽ കവറില്ല, അങ്ങനത്തെ ഒരു കവറാണ് കേട്ടോ തെമുവിന് കിട്ടുന്നത്. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്രാവശ്യം തെമുവിന് ഓർഡർ ചെയ്തത്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. സോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിലല്ല, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ എന്താണ് ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ആ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. പിന്നെ എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുക. ഇപ്പം ഖത്തറിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചൂടാണ്, നാട്ടിലാണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും എല്ലാവരും വേൾഡിലെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി I just praying to God. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. That's all for today. Hope you guys like this video. Thank you. Love you all.